ചങ്ങാതിമാരെ അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഉച്ചയ്ക്ക് നല്ല കിടക്കാച്ച ഒരു രസം ഉണ്ടാക്കി അങ്ങ് തകർത്തല്ലോ. ഇത് കണ്ട് കൊതി വിടാതെ നമ്മുടെ ചാനലായ ഷെഫ് നിബിദ് ആൽക്കെമിസ്റ്റ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകളും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ് കിടക്കാച്ചി സാധനം. ആദ്യം തന്നെ ഇതുപോലെ മിക്സി ജാറെടുത്ത് വെളുത്തുള്ളി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം കുരുമുളക് ഇതിലേക്ക് സ്റ്റൈലായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെ ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലെ ചതച്ചെടുത്ത ശേഷം നല്ല പഴുത്ത തക്കാളി നോക്കി കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിയുക. അതിനുശേഷം കൊറിയാണ്ടർ ഇതുപോലെ വലിച്ച് കീറി അങ്ങ് ഇടുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പങ്ങ് വാരി വിതറുക. ഉപ്പ് വാരി വിതറിയ ശേഷം ലേശം മഞ്ഞപ്പൊടി ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ശേഷം നല്ല കിടുക്കാച്ചി വാളംപുളി വെള്ളമില്ലേ, അതും കൂടി ഇതുപോലെ സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുത്ത ശേഷം അടുത്തത് ലേശം വെള്ളം കൂടെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനെ ഇങ്ങ് നല്ലോണം ഇതുപോലെ ഇങ്ങ് ഞെരടി ഇങ്ങ് പിരിമി ഒരു പരുവാക്കുക. ആ സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ഇതുപോലെ വെറൈറ്റി ബീഫ് ഇടിച്ചൊക്കെ ഉണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്, പേജിൽ കിടപ്പുണ്ട്. ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേയൊക്കെ ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റും വന്ന് മേടിക്കാം കേട്ടോ. അപ്പോൾ നേരെ അടുത്ത കലാപരിപാടി നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ ചുമന്ന മുളക് 2 കീറിയ 3 കീറിയ എടുത്തൊരു മറിമറിക്കുക. ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക. എൻ്റെ ചങ്ങാതിമാരെ അവനൊന്ന് മൂത്ത് പാകത്തിന് വരുമ്പോഴേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നമ്മുടെ കുരുമുളകില്ലേ, അത് ഇതിലേക്കിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. അവനൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. കട്ട സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതിമാരെ. രസം ഉണ്ടാക്കും വെളിച്ചെണ്ണയിലുണ്ടാക്കാം, സാധാ എണ്ണയിലുണ്ടാക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ലേശം കുരുമുളക് പൊടി, നമ്മുടെ സ്പെഷ്യൽ രസം മസാല പൗഡർ കേട്ടോ. ഇതിൻ്റെ പഴയ വീഡിയോ കിടപ്പുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്പെഷ്യൽ രസം മസാലയും കൂടെ ഇട്ട ശേഷം ഇതുപോലെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം അവൻ ഏകദേശം ഒരു പരുവാകുമ്പോഴേക്ക് നമ്മൾ ഉടച്ചൊരു പരുവാക്കി വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, ആ സാധനം കൂടെ ഇതിലേക്ക് ഇട്ടങ്ങ് ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക. അപ്പോൾ ഒത്തിരി തീ കൊടുക്കരുത് കേട്ടോ, ഓവർ തീ ആയിരിക്കല്. ലൈറ്റ് തീയിൽ വേണം ഇവനെ ഇങ്ങനെ ഇട്ടങ്ങ് ഒന്ന് ഇതാക്കിയെടുക്കുക. ആ പച്ചച്ചൊവ്വയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഇവനെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത ശേഷം അവനെയും ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടുക്കാച്ചി സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ചോറിന് ഈ സാധനം മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. അവനൊന്ന് കുറുകി ആ പച്ചച്ചൊവ്വയ്ക്ക് ഒന്ന് മാറി ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തണം. രസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വെള്ളം പോലെ ഇരിക്കണം എന്ന് പറഞ്ഞ പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം അവനെ ഇച്ചിരി തീ അങ്ങ് കൂട്ടി വെക്കുക. തീ ഒന്ന് കൂട്ടി വെച്ച ശേഷം ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത ശേഷം അവനങ്ങ് തിളപ്പിക്കുക. നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കുക. ആ പച്ചച്ചോവ അങ്ങ് മാറണം. പച്ചവെള്ളത്തിൻ്റെയും ആ മസാലയുടെ എല്ലാത്തിനും ഒന്ന് പച്ചച്ചോവ മാറുന്ന രീതിയിൽ നല്ല രീതിയിൽ അങ്ങ് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ള നമ്മുടെ അച്ചാറുകൾ മേടിക്കാൻ മറക്കല്ലോ കേട്ടോ. നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, ഒന്നും നോക്കട്ടെ. ഓർഡർ ചെയ്ത് കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളാണ്. പ്രിസർവ് ഒന്നും ചേർക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. അപ്പോൾ രസം ഏകദേശം തിളച്ച് മറിഞ്ഞ് ഒരു പരുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടൊരു കൊതിയാവുന്നുണ്ട്. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇവനെ എടുത്തിട്ട് സ്ലോ മോഷനിൽ അങ്ങ് മറിക്കുമ്പം തന്നെ കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. അധികം കഷ്ടപ്പാടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി കറി കേട്ടോ രസം. ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വേണമെങ്കിൽ സൂപ്പായിട്ട് വേണമെങ്കിൽ കുടിക്കാം. ഇനി നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ആ ചൂട് ചോറിലേക്ക് ഈ രസം അങ്ങ് ഒഴിച്ചിട്ട് എൻ്റെ ചങ്ങാതി നമ്മുടെ അച്ചാറും കൂടെ മേടിച്ച് സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ട. ഇത് രണ്ടും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ സ്വർഗ്ഗം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഉണ്ടാക്കി താഴ്ത്തൊരു അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതറ എൻ്റെ ചങ്ങാതി.